Dear students, welcome to Learner's World. In this video, I'm going to talk about social media handle Dakshina showcases the way of living at Sarang, a one of its kind alternative school in Palakkad by Adira M, FUGP AC English Literature first semester, Calicut University. Summary of social media handle Dakshina showcases the way of living at Sarang, one of its kind alternative school in Palakkad. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു യൂട്യൂബ് ചാനലാണ് ദക്ഷിണ എന്ന് പറയുന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളുണ്ട് സാരംഗ്. അപ്പോൾ ഈ സാരംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ. വളരെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതശൈലിയാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ഒരുപാട് കേരള വിഭവങ്ങൾ, അതേപോലെ ട്രഡീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് റിച്വൽസ്, ആചാരങ്ങൾ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. The article written by Adira M and published in The Hindu on November 24, 2023 presents the remarkable story of Sarang, an alternative school founded in 1982 in the Palakkad district of Kerala, and Dakshina, the social media initiative that documents its unique lifestyle. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആർട്ടിക്കിളാണ്. ആതിര എം ആണത് എഴുതിയിരിക്കുന്നത്. പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലാണ്. നവംബർ 24, 2023 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 1982 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളാണ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ദക്ഷിണ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈല്, ഒരുപാട് വിഭവങ്ങൾ, കേരള സ്റ്റൈൽ വിഭവങ്ങൾ, ഒരുപാട് റിച്വൽസ് ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. ടുഗദർ they represent a philosophy of education and living that value sustainability, tradition and experiential learning. അപ്പോൾ ഈ ഒരു ഇവർ ഒരുമിച്ച് ഈ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും സാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളും ഇത് ഒരുമിച്ച് സസ്റ്റൈനബിലിറ്റി, അതായത് സ്ഥിരതയും അതുപോലെ പാരമ്പര്യത്തെയും അതുപോലെ അനുഭവാധിഷ്ഠിത പഠനത്തെയും മുൻഗണന നൽകുന്ന ഒരു ജീവിത വിദ്യാഭ്യാസ തത്വചിന്തയെ ആണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. Sarang was established by the visionary couple Gopalakrishnan and Vijayalakshmi, who sought to create a learning environment vastly different from mainstream education. അപ്പോൾ സാരംഗ് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു വിഷണറി കപ്പിൾ, അതായത് ഒരുപാട് വീക്ഷണം ഒക്കെയുള്ള രണ്ട് ദമ്പതികളാണ്, ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയാണ്. അവർ നല്ലൊരു ലേണിംഗ് എൻവയൺമെൻറ്റ്, നല്ലൊരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇത് മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് മുഖ്യധാരയിൽ നിൽക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ഒരു എഡ്യൂക്കേഷന്. Their aim was to counter the limitations of rote learning by promoting critical thinking, creativity and individuality. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ നിന്ന് ഉള്ള ഒരുപാട് പോരായ്മകൾ മാറ്റിയിട്ടായിരുന്നു ഇവരുടെ ഒരു വിദ്യാഭ്യാസ രീതി. അതായത് ഇവർ ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായിട്ടുള്ള ചിന്ത, ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നു. അതുപോലെ ക്രിയേറ്റിവിറ്റി, ഇൻഡിവിജ്വാലിറ്റി, വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നു. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അവരുടേത്. Believing strongly that nature is the best teacher, the couple transformed a 12-acre barren hill into a lush green campus by planting countless varieties of plants. അവർ വിശ്വസിച്ചിരുന്നു, അതായത് പ്രകൃതിയാണ് ഒരു ബെസ്റ്റ് ടീച്ചർ, നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന് പറയുന്നത് പ്രകൃതിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവർ 12 ഏക്കർ ഒരു ബാരൻ ഹിൽ എന്ന് പറഞ്ഞാൽ ഒരു തരിശ് ഭൂമിയാണെന്നാണ് പറയുന്നത്. അതായത് വരണ്ട ഒരു പർവ്വതഭൂമിയായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനെ ഒരുപാട് മരങ്ങൾ, വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ച് ഒരു ഗ്രീൻ ക്യാമ്പസായിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. This eco-centric transformation became the foundation of their educational model, where students learn through observation, practical tasks and interaction with natural environment. ഈ ഒരു എക്കോ സെൻട്രിക് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അവരുടെ ആ ഒരു
എഡ്യൂക്കേഷണൽ മോഡലിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്. അതായത് ഈ പ്രകൃതിക്കകത്ത് ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അവരുടേത്. അതായത് അവർ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് ഒബ്സർവേഷനിൽ, അതായത് പ്രകൃതിയിൽ ജീവിച്ച് അവിടുന്ന് ഒബ്സർവേഷൻ നിരീക്ഷണത്തിലൂടെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു ചിന്താഗതിയായിരുന്നു അവർക്ക്. അതുപോലെ പ്രാക്ടിക്കൽ ടാസ്ക്, ഇൻട്രാക്ഷൻ വിത്ത് നാച്ചുറൽ എൻവയൺമെൻറ്റ്, അതായത് ഈ പ്രകൃതിയുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നതിലൂടെയുള്ള ലേണിംഗ് ആയിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. The school remained active from 1982 to 2016. അപ്പോൾ ഈ ഒരു സ്കൂള് 1982 മുതൽ 2060 വരെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇറ്റ്സ് കരിക്കുലം വാസ് ഫ്ലെക്സിബിൾ ആൻഡ് സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ്, കവറിങ് സബ്ജക്ട്സ് സച്ച് എസ് ലാംഗ്വേജസ്, മാത്തമാറ്റിക്സ്, സയൻസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഈവൻ പൊളിറ്റിക്സ്. കരിക്കുലം വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു, സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള കരിക്കുലമായിരുന്നു. എല്ലാ വിഷയങ്ങളും, ലാംഗ്വേജ്, മാത്സ്, സയൻസ്, കമ്പ്യൂട്ടർ, പൊളിറ്റിക്സ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു. ടീച്ചിങ് സെൻറ്റേർഡ് ഓൺ ഈച്ച് ലേണേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടാലൻറ്റ് റാദർ ദാൻ എ സ്റ്റാൻഡേർഡൈസ്ഡ് സിലബസ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സിലബസ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഓരോ കുട്ടിയുടെയും കഴിവും അഭിരുചിയും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു ഇവരുടെ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സാരംഗ് വാസ് നോട്ട് ജസ്റ്റ് എ സ്കൂൾ ബട്ട് എ ലിവിങ് കമ്മ്യൂണിറ്റി. സാരംഗ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ മാത്രമല്ല, ഒരു ജീവിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണെന്നാണ് പറയുന്നത്. വിത്ത് വിജയലക്ഷ്മി ആൻഡ് ഹെർ ചിൽഡ്രൻ ഗൗതം, കണ്ണങ്കി ആൻഡ് ചിന്മയി റിസൈഡിങ് ദർ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഫുള്ളി ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് അവർ ജീവിക്കുന്നതും ആ ഒരു ക്യാമ്പസിനകത്ത് തന്നെയാണ്, ആ ഒരു ഗ്രീൻ ക്യാമ്പസിനകത്ത് തന്നെയാണ്. വിജയലക്ഷ്മി, അവരുടെ മക്കളായിട്ടുള്ള ഗൗതം, കണ്ണങ്കി, ചിന്മയി, ഇവരെല്ലാവരും അവിടെയാണ് ജീവിക്കുന്നത്. ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൊക്കെ ഇവർ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഹവെവർ, ഡ്യൂ ടു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ ഫെസിലിറ്റീസ്, ദ സ്കൂൾ ഹാഡ് ടു ക്ലോസ് ഇൻ 2016. 2016 ഈ സ്കൂൾ അടച്ചുപൂട്ടിയെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസിൻ്റെ അപര്യാപ്തതയൊക്കെ ആയിരുന്നു ഇതിനുള്ള കാരണങ്ങൾ. Despite the closure, the family continues to live on the campus and is working to revive the school. പക്ഷേ അത് സ്കൂൾ അടച്ചു പൂട്ടിയെങ്കിലും ഫാമിലി അവിടെ തന്നെയാണ് ജീവിച്ചത്, ആ ഒരു ഗ്രീൻ ക്യാമ്പസിൽ തന്നെയാണ് ജീവിച്ചത്. അവർ ഈ സ്കൂൾ തുറക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്തിരുന്നു. They are also documenting their educational philosophy to preserve it for future generations. അവരുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി അവർ ഡോക്യുമെൻ്റ് ചെയ്തു, അവരുടെ ആ ഒരു ഫ്യൂച്ചർ ജനറേഷനെ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The remote locations adds to the school's distinctiveness. Their nearest town, Sarang Hills, Akali, is 8 kilometers away, and the final half-kilometer stretch is not accessible by road. All cottages on the hill were built by the family's own labor. അതായത് ഈ സ്കൂളിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ റിമോട്ട് ഏരിയയിലായിരുന്നു, ഉൾപ്രദേശത്തായിരുന്നു ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത്. അവിടുത്തെ അതിൻ്റെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് സാരംഗ് ഹിൽ, അഗളിയാണ്. ഏകദേശം 8 കിലോമീറ്റേഴ്സ് വേണം, അതായത് 8 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഒരു ഹാഫ് കിലോമീറ്റേഴ്സ് റോഡൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓൾ കോട്ടേജസ് ഓൺ ദ ഹിൽ വർ ബിൽഡ് ബൈ ദ ഫാമിലീസ് ഓൺ ലേബർ. അവിടെയുള്ള കോട്ടേജസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫാമിലി സ്വന്തമായിട്ട് ജോലി ചെയ്തുണ്ടാക്കിയിട്ടുള്ള കോട്ടേജസ് ആണെന്നാണ് പറയുന്നത്. To keep their traditions alive, the younger generation created Dakshina, a social media handle on YouTube, Facebook and Instagram. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ, അതായത് പ്രകൃതിയുമായിട്ട് ജീവിക്കുന്ന ഇവരുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ ഒരുപാട് പാരമ്പര്യമായിട്ട് ഉള്ള വിഭവങ്ങൾ, അതുപോലെ ഒരുപാട് റിച്വൽസ്, ആചാരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇതൊക്കെ കോണ്ടൻ്റ് ആക്കിക്കൊണ്ട് ആണ് ഇവർ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. Dakshina showcases the serene beauty of Sarang's flora and fauna. Traditional Kerala recipes made from foraged greens and tubers, and aged
ഓൾഡ് കൾച്ചറൽ റിച്വൽസ്. അതായത് യൂട്യൂബ് ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഈ ഒരു സാരംഗിൻ്റെ പ്ലാന്റ്സ്, അതുപോലെ അവിടുത്തെ പ്രകൃതിയുടെ ബ്യൂട്ടി, അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന കേരള റെസിപ്പീസ്, ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസ്, അതുപോലെ റിച്വൽസ്, പല പല ആചാരങ്ങൾ, ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുകയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത്. Many videos are narrated by Vijayalakshmi, who shares recipes, memories and generational wisdom. കൂടുതലും വീഡിയോസൊക്കെ നരേറ്റ് ചെയ്യുന്ന വിജയലക്ഷ്മിയാണ്. അവർ ഒരുപാട് റെസിപ്പീസ്, വിഭവങ്ങളുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ കോണ്ടന്റ് ഇൻക്ലൂഡ്സ് ബാംബു ഷൂട്ട് തോരൻ, കർക്കിടക കഞ്ഞി, അതുപോലെ പുഴുക്കലരി വിത്ത് ജാഗറി ആൻഡ് ദ റിച്വൽ ഓഫ് ഉറുമ്പൂട്ടൽ പെർഫോം ഡ്യൂറിങ് തിരുവോണം. അപ്പോൾ അവർ വീഡിയോയിൽ കാണിക്കുന്ന ഒരുപാട് റെസിപ്പീസ് ഇതിൽ പറയുന്നുണ്ട്. അതായത് മുള്ളങ്കിത്തോരൻ, ഈ ബാംബൂ ഷൂട്ട് തോരൻ എന്ന് പറഞ്ഞാൽ മുള്ളങ്കിത്തോരൻ, അതുപോലെ കർക്കിടക കഞ്ഞി, പുഴുക്കലരി, ഉണക്കച്ചക്ക വിഭവങ്ങൾ, അതുപോലെ തിരുവോണ വിശേഷമായിട്ടുള്ള തിരുവോണ ദിനത്തിൽ കാണിക്കുന്നൊരു റിച്വൽ, ഒരു ആചാരമാണ് ഉറുമ്പൂട്ടൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഒരു വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. Managed by Kannangi, Unyasha, Vishnujit and Indulekha, Dakshina serves as both a digital archive and a heartfelt effort to ensure the Sarang lifestyle is never forgotten. അപ്പോൾ ഈ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്, അതായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കണ്ണങ്കി, ഉണ്ണിയാർഷ, വിഷ്ണുജിത്ത്, ഇന്ദുലേഖ തുടങ്ങിയിട്ടുള്ളൊക്കെയാണ്. ഒരു ഡിജിറ്റൽ ആർച്ചീവ് എന്നുള്ളതിന് ഉപരിയായിട്ട് അവർ